ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ത്രിഗാല ദ സ്ക്രിപ്റ്റ് ഓഫ് ഗോഡ് എന്ന ത്രില്ലർ മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു ചെറിയ പെൺകുട്ടിയാണ് കാണിക്കുന്നത്. ഈ കുട്ടി അവളുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പശുവിനെ വെള്ളം കൊണ്ടുപോയി വെക്കുന്നു. എന്നാൽ ആ പശു വെള്ളം കുടിക്കുന്നില്ല. ദേഷ്യം വന്ന് അവൾ അതിനടിക്കുന്നുണ്ട്. എന്നിട്ടും ആ പശു വെള്ളം കുടിച്ചില്ല. ഞാൻ ഇനി നിന്റെ കൂടെ സംസാരിക്കില്ല എന്ന് പറഞ്ഞ് പിണങ്ങി അവൾ തന്റെ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് ഈ കാര്യം പറയുന്നു. അപ്പോഴാണ് മുത്തശ്ശി പറയുന്നത്, ഗോമാതാവിനെ നമ്മൾ ദൈവമായിട്ടാണ് ആരാധിക്കുന്നത്, ഗോമാതാവിനെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഗോമാതാവ് കാരണം ബാധിക്കപ്പെട്ട ഒരു വംശത്തിന്റെ കഥ പറയാമെന്ന് പറഞ്ഞ് ഒരു ജമീന്ദാരുടെ കുടുംബത്തെക്കുറിച്ച് പറയുന്നു. ഈ ജമീന്ദാരുടെ കുടുംബത്തിനാണ് ഈ നാട് തന്നെ ഭരിക്കുന്ന സ്ഥാനമുള്ളത്. ജമീന്ദാരുടെ ഭാര്യയ്ക്ക് ദീർഘകാലമായി കുട്ടികളില്ലായിരുന്നു. അതിനാൽ അവർ ഒരുപാട് അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു, തീർത്ഥയാത്രകളൊക്കെ നടത്തി. നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടും അവർക്ക് ഫലമുണ്ടായില്ല. അവസാന ശ്രമമായി കാട്ടിനുള്ളിലുള്ള കാട്ടേരി അമ്മൻ എന്ന ദൈവത്തെക്കുറിച്ച് ഇവർക്ക് വിവരം ലഭിക്കുന്നു. ദേവിക്ക് പോയി പൂജ ചെയ്യാമെന്ന് കരുതി കാട്ടിപ്പോയി ആ സ്ഥലമൊക്കെ വൃത്തിയാക്കി ദേവിക്ക് പൂജ ചെയ്ത് നിവേദ്യം വെക്കുന്നു. ഒരു ദിവസവും 2 ദിവസവും അല്ല, കുട്ടി ഉണ്ടാകാൻ വേണ്ടി അവരിത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ ഈ കഠിന ശ്രമം ഒരു ദിവസം ഫലം കണ്ടു. പതിവ് പോലെ അവർ ദേവിയെ കാണാൻ പോകുമ്പോൾ ഇന്നലെ വെച്ച നിവേദ്യത്തിൽ ദേവിയുടെ കാൽപാദം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. കാട്ടേരി അമ്മൻ ജമീന്ദാരുടെ ഭാര്യയ്ക്ക് അനുഗ്രഹം നൽകി എന്നവർക്ക് മനസ്സിലാവുന്നു. ഈ കാര്യം തന്റെ ഭർത്താവിനോട് വളരെ സന്തോഷത്തോടെ പറയാമെന്ന് കരുതി വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ ജമീന്ദാർ ഒരു തെറ്റായ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. ഭാര്യ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ജമീന്ദാർ ബ്ലാക്ക് മാജിക്, സാത്താൻ ആരാധന എന്നൊക്കെ പറഞ്ഞ് വേറൊരു ട്രാക്കിലേക്ക് പോയിരുന്നു. അതിൽ ഏതോ ഒരു സന്യാസി പറഞ്ഞിരുന്നു, വീട്ടിലുള്ള പശുവിനെ ബലി നൽകിയാൽ നിങ്ങൾക്ക് കുട്ടിയുണ്ടാവുമെന്ന്. ഒട്ടും ചിന്തിക്കാതെ ഒരു വാക്കത്തി എടുത്തുകൊണ്ട് പോയി വീട്ടിലെ പശുവിനെ അയാൾ വെട്ടുന്നു. ഇത് തടയാൻ വരുമ്പോൾ തന്നെ ജമീന്ദാരുടെ ഭാര്യ താഴെ വീഴുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ ജമീന്ദാരുടെ ഭാര്യ ഗർഭിണിയാവുന്നു. എന്നാൽ ജനിച്ച കുട്ടി വൈകല്യത്തോടെയാണ് ജനിക്കുന്നത്. പശുവിന്റെ ശാപം ഈ കുടുംബത്തെ മാത്രമല്ല വരും തലമുറകളെയും ബാധിക്കുമെന്ന് മനസ്സിലാവുന്നു. അതുമാത്രമല്ല, ഈ ജമീന്ദാർ ഭരിച്ചിരുന്ന രാജ്യത്തെ ജനങ്ങളെയും അത് ബാധിക്കുന്നു. ആളുകൾ പെട്ടെന്ന് പട്ടിണിയും ദാരിദ്ര്യവും കാരണം വലയാൻ തുടങ്ങുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ ജമീന്ദാരുടെ ഭാര്യ നമുക്കുള്ള ഒരേ ഒരു പരിഹാരം കാട്ടേരി അമ്മൻ മാത്രമാണെന്ന് കരുതി കാട്ടേരി അമ്മന് കൃത്യമായി പൂജകൾ ചെയ്ത് മരത്തിന് കെട്ടുകെട്ടുന്ന ചടങ്ങ് ആദ്യമായി കൊണ്ടുവരുന്നു. ഇതിനെ തുടർന്ന് ജനങ്ങളും പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഈ പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ കാട്ടേരി അമ്മൻ ആ ഗ്രാമവാസികളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നു. അവർ പഴയ ജീവിതത്തിലേക്ക് മടങ്ങുന്നു. എങ്കിലും പശുവിനെ വെട്ടി ആ ശാപം ആ കുടുംബത്തെ വിട്ടു പോയിരുന്നില്ല. ആ കുടുംബത്തിൽ അടുത്ത തലമുറയിൽ ഒരു കുട്ടി ജനിക്കുമ്പോഴും ആ കുട്ടി എന്തെങ്കിലും ഒരു വൈകല്യത്തോടെ ജനിക്കുന്ന അവസ്ഥ വരുന്നു. തലമുറ മാറിയാലും തലവര ആ കുടുംബത്തിന് മാറാതെ തന്നെ തുടർന്നു. 1987 ജമീന്ദാരുടെ കുടുംബത്തിൽ എന്ത് നടക്കുന്നു എന്ന് കാണിക്കുകയാണ്. ഭർത്താവും ഭാര്യയും ഉണ്ട്. ഭർത്താവ് ഗർഭിണിയായ ഭാര്യയെ അടിച്ചു ഉപദ്രവിക്കുകയാണ്. അതിന് കാരണം സംശയം. ഇങ്ങനെ അടിച്ചത് കൊണ്ട് പ്രസവവേദന വന്നിട്ട് ആ വേദനയോടെ ആശുപത്രിയിൽ അഡ്മിറ്റായി കുട്ടി ജനിക്കുന്നു. ആ കുട്ടിയെ അയാൾ കൈകൊണ്ട് പോലും വാങ്ങുന്നില്ല. കാരണം അത് തൻ്റെ കുട്ടിയല്ല എന്നാണ് അയാൾ കരുതുന്നത്. കുട്ടിയെ പ്രസവിച്ചിട്ട് ഭാര്യ മരിച്ചു പോകുന്നു. അതേസമയം ആ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഒരു അസുഖത്തോടെയാണ് ജനിക്കുന്നത്. അങ്ങനെ ഇപ്പോഴും വംശാപരമായി ഈ ശാപം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് കാണിച്ചു തരുന്നു. ഇപ്പോൾ ഈ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ജാതകം എടുത്തുകൊണ്ട് പോയി ജ്യോത്സ്യനെ കാണിക്കുന്നു. ജമീന് ഇപ്പോൾ ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ട്. എന്നാൽ ഡോക്ടർ പറയുന്നത് ഈ കുട്ടി ജനിച്ചത് തന്നെ അത്ഭുതമാണെന്നാണ്. ഇതൊന്നും എന്താണെന്ന് നോക്കി പറയേ എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ഈ ജ്യോത്സ്യൻ പറയുന്നത്, ഇവിടെ മുൻ തലമുറ പശുവിനെ കൊന്ന് ശാപത്തിന് ഇരയായിട്ടുണ്ട്. ഇതിന്റെ കർമ്മഫലം അനുഭവിക്കാനാണ് ഇവൻ ജനിച്ചിരിക്കുന്നത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഒരു ജീവിതം ജീവിക്കാൻ പോകുന്നു. ഡോക്ടറെ കുറിച്ച് വെച്ച സമയത്തിന് മുമ്പേ ഇവൻ ജനിക്കാൻ കാരണം ഇവന്റെ കർമ്മഫലമാണ്. തന്റെ വംശത്തെ തന്നെ സർവനാശം ചെയ്യുന്ന ഒരു കാലനായിട്ടായിരിക്കും ഇവൻ മാറുക എന്നൊക്കെ ജ്യോത്സ്യൻ പറയുന്നു. ഇപ്പോൾ കഥ പ്രസന്റ് സിറ്റുവേഷനിലേക്ക് വരുന്നു. ശങ്കരംപള്ളി എന്നൊരു ഗ്രാമത്തിൽ പതിവ് പോലെ ഒരാൾ കാട്ടിലേക്ക് തന്റെ സ്വകാര്യ ആവശ്യത്തിനായി വരുന്നു. അവിടെ എന്തോ ഒരു കാര്യം കണ്ട് പേടിച്ച് വിറച്ച് അയാൾ നാട്ടിൽ വന്ന് പറഞ്ഞ ഉടനെ പോലീസുകാർ ആ സ്ഥലത്തേക്ക് വരുന്നു. ശങ്കരംപള്ളി ഗ്രാമത്തിലെ ആ തോട്ടത്തിൽ ഒരു പയ്യന്റെയും പെൺകുട്ടിയുടെയും മൃതദേഹം കെട്ടിത്തൂങ്ങിയ നിലയിലുണ്ട്. അതും വളരെ നാളായി അവിടെ തൂങ്ങിക്കിടക്കുകയാണ്. ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ട് അത് അഴുകിയ നിലയിലാണ്. മീഡിയക്കാർ എന്താണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊന്നും പുതിയ കാര്യമല്ല. ഈ ഗ്രാമത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിന് പിന്നിലുള്ള കാര്യം എന്താണെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി അന്വേഷിക്കുന്നില്ല എന്ന് പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് ഒരു സൈക്കാട്രിസ്റ്റ് ജേർണലിസ്റ്റ് വരുന്നുണ്ട്. അവർ പോലീസ് ഓഫീസറോട് ഈ കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എനിക്ക് കുറച്ച് ആവശ്യമുണ്ട് സാർ എന്ന് പറയുമ്പോൾ ഈ പോലീസ് ഓഫീസർ അവരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഫോറൻസിക്കിന് ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം റിപ്പോർട്ട് എനിക്ക് അയച്ചതാ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഈ സൈക്കാട്രിസ്റ്റ് ജേർണലിസ്റ്റ് അവിടെ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യാണ്. അവിടെ ഒരു വ്യത്യസ്തമായ ഫേസ് മാസ്ക് കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്താൽ ഈ സംഭവത്തിന് 1 മാസം മുമ്പ് വേറൊരു ഗ്രാമത്തിൽ ഒരു വയസ്സായ ആൾ രാത്രി സമയത്ത് തോട്ടത്തിലൂടെ സൈക്കിളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മുൻപിൽ ഒരു റേഡിയോ കെട്ടിവെച്ചിട്ടുണ്ട്. റേഡിയോയിൽ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയാണ്.
അടുത്ത കാലത്തായി കൊള്ളക്കാർ ഒറ്റയ്ക്ക് പോകുന്നവരെ ടാർഗറ്റ് ചെയ്യുന്നതായും അവർ കൊള്ളയടിക്കാൻ വേണ്ടി കൊലപാതകം വരെ ചെയ്യുന്നതായും റിപ്പോർട്ടുണ്ട്. അതിനാൽ ഒറ്റയ്ക്ക് ആരും എങ്ങോട്ടും പുറത്തു പോകരുത്, സേഫായി തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഒറ്റയ്ക്കല്ലേ പോകുന്നത്? ആ സമയം നോക്കി തോട്ടത്തിൽ ആളുകൾ വളയുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അയാൾ പേടിച്ചു പോവാണ്. ആ സമയത്ത് സൈക്കിളിന്റെ ചെയിൻ കട്ടാവുന്നു. ഈ സമയത്ത് തന്നെ ചെയിൻ കട്ടാവണമായിരുന്നോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സംഘം ഇയാളെ വന്ന് വളയുന്നു. പെട്ടെന്ന് ഇയാൾ പേടിക്കാൻ തുടങ്ങുകയാണ്. എന്ത് വേണമെങ്കിലും എടുത്തോ, ദേവ്ജി തന്നെ കൊല്ലരുത്, എൻ്റെ മോന് ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആ കൊള്ളക്കാർ പെട്ടെന്ന് മാസ്ക് അഴിക്കുന്നു. നോക്കുമ്പോൾ അവർ കൊള്ളക്കാരല്ല, നമ്മുടെ ഹീറോയും ഹീറോയുടെ ഫ്രണ്ട്സുമാണ്. ഹീറോ തൻ്റെ അച്ഛന് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തതാണ്. ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞ് അയാൾ മകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബർത്ത്ഡേ ഗിഫ്റ്റായി ഞാൻ നിങ്ങൾക്കായി ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഗിഫ്റ്റായി കൊടുക്കുന്നു. ഇയാൾക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല, അങ്ങനെ പോകെ പോകെ പഠിച്ചോളാം എന്നയാൾ പറയുന്നു. പിറ്റേ ദിവസം രാവിലെ അച്ഛന് കൊടുത്ത ആ ഫോണിലേക്ക് അനാവശ്യ കോളുകൾ തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏതോ ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് ആരോ ഒരാൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അച്ഛൻ വല്ലാതെ ഭയപ്പെടുന്നു. ഫോൺ ഇങ്ങോട്ടേക്ക് താച്ച എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ സംസാരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഫോണിൽ സംസാരിക്കുന്നവർ നിധി എന്നൊരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നിധി എന്ന പെൺകുട്ടി സിം കാർഡ് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവണം. ആ സിം കാർഡിന്റെ നമ്പറാണ് ഹീറോയുടെ അച്ഛന് ലഭിച്ചത്. നിധിയാണ് ഇപ്പോഴും ആ സിം കാർഡ് ഉപയോഗിക്കുന്നത് എന്ന് കരുതി ആ പിള്ളേർ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതും പ്രത്യേകിച്ച് ഇപ്പോൾ ആ പെൺകുട്ടി നിന്റെ കൂടെയാണുള്ളത്, എന്ത് റേറ്റ് ആണെന്ന് പറ എന്നൊക്കെ പറഞ്ഞ് വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. ഇതിൽ പ്രകോപിതനായ നമ്മുടെ ഹീറോ, നീ എവിടെയാണുള്ളത്, നിന്റെ അഡ്രസ്സ് അയക്ക്, ഞാൻ തന്നെ നിന്നെ നേരിൽ വന്ന് കാണാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അവിടെ കട്ട് ചെയ്തപ്പോൾ കാട്ടേരിയമ്മന്റെ അമ്പലം കാണിക്കുകയാണ്. സന്യാസി പറയുന്നുണ്ട്, ഇങ്ങനെ കെട്ടുകെട്ടി പ്രാർത്ഥിക്കുന്ന രീതി ഞങ്ങളുടെ നാട്ടുജമീൻ അമ്മയാണ് കൊണ്ടുവന്നത്. ഇതിനെ തുടർന്ന് ജനങ്ങളും കെട്ടുകെട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് ജനങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെയും ഈ നാട് നന്നായിരുന്നതായും എൻ്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ന്യായമായതാണെങ്കിൽ തീർച്ചയായിട്ടും ദേവി അത് സാധിച്ചു തരും എന്ന് അവിടെ വന്ന ഭക്തർക്ക് സന്യാസി പറഞ്ഞു കൊടുക്കുന്നു. പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കെട്ടഴിഞ്ഞ് അങ്ങനെ ആ സന്യാസിയുടെ കയ്യിലേക്ക് തന്നെ വീഴുന്നു. എന്തോ ഒരു അപശകുനാണല്ലോ എന്ന് പറഞ്ഞ് ഈ സന്യാസി ചിന്തിക്കുകയാണ്. ആ സമയം തന്നെ വന്ന ഭക്തരിൽ ഒരാൾക്ക് വെളിച്ചപ്പാട് തുള്ളി അവർ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങുന്നു. ഈ നാടിന് ഒരാപത്ത് വരാൻ പോകുന്നു, ഒരാൾ ചെയ്ത പാപം ഈ നാടിനെ തന്നെ ബലി കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ അവർ തുള്ളി പറയാണ്. ഉടനെ മഞ്ഞൾ വെള്ളം തളിച്ച് അവരെ ശാന്തരാക്കുന്നു. രാത്രി തന്നെ ഈ സന്യാസി ഈ നാട്ടിലുള്ള ഒരു കൊട്ടാരത്തിന്റെ അടുത്തേക്ക് പോകുന്നു. ആ കൊട്ടാരം തന്നെ വളരെ ജീർണിച്ച അവസ്ഥയിലാണുള്ളത്. ആ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ട് അയാൾ പോവാണ്. ഈ സ്ഥലം വളരെ അപകടം പിടിച്ചതാണ്, ആരും ഉള്ളിൽ കയറരുത് എന്ന്. അവിടെ കട്ട് ചെയ്താൽ ഒരു സന്യാസിയാണ് കാണിക്കുന്നത്. ഈ സന്യാസി തന്റെ ഗുരുവിനെ കാണാനായി പോവാണ്. അദ്ദേഹത്തോട് എന്ത് നടക്കാൻ പാടില്ല എന്ന് വിചാരിച്ചോ അത് നടക്കാൻ പോകുന്നു, ഈ നാടിന് ആപത്ത് വരാൻ പോകുന്നു, ഈ നാടിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഈ ഗുരു കയ്യിലുള്ള ഒരു മുട്ട അയാളുടെ കയ്യിൽ കൊടുക്കുന്നു. ഈ മുട്ടയ്ക്കുള്ളിൽ വളരെ ശക്തിയുള്ള ത്രികാലൻ എന്നയാളുടെ ആത്മാവിനെ വശീകരിച്ചിരിക്കുകയാണ്. നീ ഇതെടുത്തുകൊണ്ട് ഒരിടത്തേക്ക് പോകണം, ദൈവിക ശക്തിയുള്ള സ്ഥലം ഈ മുട്ട തന്നെ നിനക്ക് കാണിച്ചു തരും. അവിടെ പോയി ഈ മുട്ട വെച്ച് പൂജ ചെയ്താൽ ഈ മുട്ടയ്ക്കുള്ളിലുള്ള ആത്മാവ് തനിക്കായ ഒരു ശരീരത്തെ തിരഞ്ഞെടുത്ത് വീണ്ടും വരും. അത് കഴിഞ്ഞ് ഈ നാടിനെ നശിപ്പിക്കണമെന്ന് കരുതുന്ന ദുഷ്ടശക്തികൾക്കെതിരെ അവൻ നിൽക്കും എന്ന് ഈ ഗുരു പറയാണ്. ശിഷ്യനും ആ മുട്ട വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് തിരിക്കുന്നു. അവിടെ കട്ട് ചെയ്താൽ ഈ നാട്ടിലെ പൂജാരിയില്ലേ, അയാൾ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അയാൾക്ക് പിന്നിലായി ആരൊരാൾ ചിരിക്കുന്ന പോലത്തെ ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങുന്നു. എന്താണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അയാളുടെ കഥയും കഴിയുന്നു. അയാൾ മരിച്ചു പോവാണ്. ഇപ്പോൾ എല്ലാവർക്കും വിവരം ലഭിച്ച് വീട്ടിൽ വന്ന് നോക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കത്തുണ്ട്. ആ കത്ത് അവിടെയുള്ള ഒരു സ്ത്രീ വായിക്കുന്നു. ഈ ഗ്രാമത്തിന്റെ ദേവിയായ കാട്ടേരിയമ്മൻ കടുത്ത കോപത്തിലാണെന്നും അത് ഈ നാടിന് നല്ലതല്ലെന്നും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഈ ഗ്രാമവാസികൾ എല്ലാവരും ഭയപ്പെടുന്നു. ആ സ്ഥലത്ത് വന്ന ഈ നാട്ടിലെ പ്രധാന വ്യക്തിയും ഇത് കണ്ട് കുറച്ച് ആലോചിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഈ ഗ്രാമത്തിൽ അടുത്തടുത്ത് ദുർമരണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു മൃതദേഹം എങ്ങനെയെങ്കിലും റെസ്ക്യൂ ചെയ്തെടുത്താൽ മറ്റൊരു സ്ഥലത്ത് വേറൊരാൾ മരിച്ചുപോയി എന്ന വിവരം വരുന്നു. ഈ ഗ്രാമവാസികളെല്ലാവരും ഭയത്തിന്റെ ഉച്ചസ്ഥായിലെത്തുന്നു. അപ്പോൾ ആ ഗ്രാമവാസികളുടെ നേതൃത്വത്തിൽ ഒരു പഞ്ചായത്ത് വിളിച്ച് മരിച്ചയാളിൽ നിന്ന് കിട്ടിയ കത്ത് വായിക്കുകയാണ്. ആ കത്തിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, കാട്ടേരിയമ്മന്റെ അടുത്ത് എന്തെങ്കിലും പ്രാർത്ഥിച്ച് കെട്ടുകെട്ടിയാൽ ആ കെട്ടിലുള്ള കാര്യങ്ങൾ നിറവേറും എന്നാണ് ഐതിഹ്യം. ശരിയല്ലേ? എന്നാൽ കെട്ടുകെട്ടിയവരെല്ലാവരും അടുത്തടുത്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാട്ടേരിയമ്മൻ വളരെ കോപത്തിലാണ്. എൻ്റെ മരണത്തിന് ആരും കാരണക്കാരനല്ല എന്ന് എഴുതി വെച്ചിട്ടാണ് അയാൾ മരിച്ചിരിക്കുന്നത്. ജനങ്ങളെല്ലാവരും കുഴപ്പത്തിലാവുകയാണ്. ഗ്രാമത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, സിറ്റിയിൽ നിന്ന് ഈ നാട്ടിലൊരു ബംഗ്ലാവ് വാങ്ങി റിനോവേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. അതിനിടയിൽ ജനങ്ങളൊക്കെ കടം ചോദിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കടവും തന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി കെട്ടുകെട്ടരുത്. ഇനിമേൽ ആരെങ്കിലും കെട്ടുകെട്ടണമെന്ന് വിചാരിച്ചാൽ എനിക്ക് തരാനുള്ള തുക തിരിച്ചു തന്നിട്ട് അതിനുശേഷം പോയി കെട്ടുകെട്ടിക്കോ എന്നയാൾ പറയുന്നു. ഇപ്പോൾ ആ സ്ഥലത്തേക്ക് കേശവ് എന്നൊരു വ്യക്തി വരുന്നു. പൂജ ചെയ്താൽ ശരിയാവുമെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ പൂജയ്ക്കുള്ള ഏർപ്പാട് ചെയ്യേ എന്ന് പറയുമ്പോൾ പൂജ ചെയ്യുന്നയാൾ പുറത്തു പോയിരിക്കുകയാണത്രേ. അപ്പോൾ ഇനി എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അത് ആ പരമേശ്വരന് മാത്രമേ അറിയൂ എന്നവർ പറയുന്നു.
മീഡിയയിൽ ഈ ഗ്രാമത്തെക്കുറിച്ച് എല്ലാവരും എന്താണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ തലമുറകളായി ഒരു ജമീന്ദാരുടെ കുടുംബം കാട്ടേരിയമ്മന് പൂജകൾ നടത്തി വന്നിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ തലമുറയിൽപ്പെട്ട ആരും പൂജകൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ദേവിയുടെ കോപത്തിന് ഈ ജനങ്ങൾ ഇരയായി എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ അപശകുനങ്ങൾ നടക്കുന്നതെന്ന് വിശ്വസിക്കുന്നു എന്ന് ന്യൂസ് കൊടുക്കുന്നു. അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയുടെ കഥയിലേക്ക് വരാം. നമ്മുടെ ഹീറോയോട് ഒരുത്തൻ ഫോൺ വിളിച്ച് തെറ്റായി സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ, അവൻ പറഞ്ഞ അഡ്രസ്സിലേക്ക് ഹീറോ പോയിരിക്കുകയാണ്. അവിടെ ഗുണ്ടകളോടൊപ്പം ആ പിള്ളേർ നിൽക്കുന്നുണ്ട്. ആ പിള്ളേരെ തുരുതുരടിച്ച് ഹീറോ അറ്റാക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇയാൾ വീട്ടിൽ വരാണ്. നോക്കുമ്പോൾ ആ നിധി എന്ന് പറയുന്ന പെൺകുട്ടിയിൽ നിന്ന് കോൾ വരാണ്. വളരെ നാളായി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. നിങ്ങളാണ് എന്നെ ആ പിള്ളേരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചത്, വളരെ നന്ദി എന്ന് ആ പെൺകുട്ടി പറയുന്നു. പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ ഇങ്ങനെ പിള്ളേർ പിറകെ വരിക തന്നെ ചെയ്യും. ഒരിക്കലും പെൺകുട്ടികൾ ഇറങ്ങിപ്പോകരുത്, മനസ്സിലായോ എന്ന് അഡ്വൈസ് ചെയ്തിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഹീറോയുടെ അച്ഛൻ അമ്മയുടെ ഫോട്ടോ ഈ ഫോണിൽ കൊണ്ടുവരാൻ പറ്റുമോ? എപ്പോഴും നിന്റെ അമ്മയുടെ ഫോട്ടോ എൻ്റെ ഫോണിൽ തന്നെ ഉണ്ടായിരുന്നാൽ നന്നായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ ആ ഫോണിൽ ഫോട്ടോ എടുത്ത് വാൾപേപ്പറായി വരുന്നത് പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. രാവിലെ അച്ഛൻ തോട്ടത്തിൽ ജോലിക്ക് പോകുന്നു. രാത്രി പണി കഴിഞ്ഞ് വന്നിട്ട് ഹീറോയോട് ഈ ഫോൺ നീ തന്നെ വെച്ചോടാ, എനിക്ക് വേണ്ട എന്ന് പറയുന്നു. എന്ത് പറ്റിയച്ചാ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി നിർത്താതെ ഫോൺ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാടാ എന്ന് പറയുന്നു. ഏത് പെൺകുട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഏതോ നിധി എന്ന് പറഞ്ഞു. അങ്കിൾ നിങ്ങളുടെ മോനോട് നന്ദി പറഞ്ഞേക്ക് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാടാ എന്ന് പറയാണ്. ഫോൺ ഇങ്ങോട്ടേക്ക് താ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിക്ക് ഫോൺ വിളിച്ചിട്ട് നിനക്ക് എന്താ പ്രശ്നം, എന്തിനാ ഇങ്ങനെ നിർത്താതെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതല്ല അത് പിന്നെ എന്ന് പറഞ്ഞ് എന്തോ ഒരു കാര്യം പറയാൻ ആ പെൺകുട്ടി ശ്രമിക്കുന്നു. എന്നാൽ ഇനിമേൽ കോൾ ചെയ്യരുത് എന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ച് ഇയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. നമ്മുടെ ഹീറോയുടെ ഫോണിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഹീറോയ്ക്ക് തോന്നുന്നു. മൊബൈൽ ഫോൺ സർവീസ് ചെയ്യുന്ന ആളുടെ അടുത്ത് ഈ ഫോൺ കൊടുത്ത് ഫോൺ ചെക്ക് ചെയ്യാൻ പറയാണ്. ആ പയ്യനും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഫോൺ നല്ലതാണല്ലോ ബ്രോ എന്ന് പറയാണ്. ഹീറോയുടെ ഫോണിൽ നിന്ന് ഇപ്പോൾ കറണ്ട് ലൊക്കേഷൻ എനിക്ക് ഷെയർ ചെയ്യേ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തിട്ട് ആ ലൊക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ മാറിയുള്ള ശങ്കരംപള്ളി എന്ന ലൊക്കേഷനാണ് കാണിക്കുന്നത്. എന്താ ബ്രോ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ആ സർവീസ് പേഴ്സൺ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. ഹീറോയുടെ ഫോണിൽ നിന്ന് എന്ത് ഓർഡർ ചെയ്താലും ശരി, ആർക്കെങ്കിലും എന്ത് അഡ്രസ്സ് അയച്ചാലും ശരി, അതെല്ലാം ആ ശങ്കരംപള്ളി എന്ന ഗ്രാമത്തിന്റെ അഡ്രസ്സിലേക്കാണ് പോയി നിൽക്കുന്നത്. ശരി, എന്താണ് പ്രശ്നം എന്ന് കരുതി ഫോൺ മാറ്റിയപ്പോൾ ഇതിനോടകം 3 ഫോൺ മാറ്റിക്കഴിഞ്ഞു. ആ 3 ഫോണിൽ നിന്നും ഏത് ലൊക്കേഷൻ അയച്ചാലും പറഞ്ഞു വെച്ചതുപോലെ ആ ശങ്കരംപള്ളി എന്ന ഗ്രാമത്തിന്റെ ലൊക്കേഷൻ തന്നെയാണ് കാണിക്കുന്നത്. ആ ഫോണിൽ മറ്റൊരു പ്രശ്നവും ഉണ്ട്. അലാം അടിക്കുമ്പോഴൊക്കെ നിധിയിൽ നിന്ന് കോൾ വരും, എന്നാൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാതെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ തോന്നും. ഇതെല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് നിന്റെ ജീവിതത്തിൽ എന്ത് നടന്നു എന്ന് നീ എന്നോട് പറയുന്നില്ല, എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നും പറയുന്നില്ല, നീ ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ചുമ്മാ കണ്ടിരിക്കാൻ പറ്റുന്നില്ല, നിനക്ക് ജോലിയിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, ദയവ് ചെയ്ത് ഈ ജോലിക്ക് പോ എന്ന് പറഞ്ഞ് വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് അവൻ പോകുന്നു. അവർ പോയതിനു ശേഷം ആ വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് അതിലുള്ള നമ്പറിലേക്ക് ഹീറോ കോൾ ചെയ്യുന്നു. എൻ്റെ പേര് ശിവ എന്ന് പറയുമ്പോൾ നിന്റെ ഫ്രണ്ട് നിന്നെ പറ്റി നന്നായി തന്നെ പറഞ്ഞിരുന്നു, ജോലി ചെയ്യേണ്ട ലൊക്കേഷൻ ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന പോലെ വരും, ആ നാടിൻ്റെ പേര് ശങ്കരംപള്ളി, അവിടെയുള്ള ഒരു ബംഗ്ലാവാണ് നീ റിനോവേറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് ഞെട്ടലാവുന്നു. ഓൾറെഡി ഇയാളുടെ ഫോണിൽ എന്ത് ഓർഡർ ചെയ്താലും ആർക്ക് ലൊക്കേഷൻ അയച്ചാലും ആ നാടിന്റെ ലൊക്കേഷൻ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ ജോലിയും ആ നാട്ടിൽ തന്നെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അയാൾ ആലോചിക്കുകയാണ്. നാട്ടുകാർക്ക് മുഴുവൻ കടം കൊടുത്തൊരുത്തനുണ്ടല്ലോ, ആ ഫിനാൻസിയർ ആണ് ഫോണിൽ സംസാരിക്കുന്നത്, നീ ഒന്നും വിഷമിക്കേണ്ട, അവിടെ പോയാൽ നിനക്ക് സഹായം ചെയ്യാൻ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അവിടെ കട്ട് ചെയ്താൽ ഗുരുവിൽ നിന്ന് മുട്ട വാങ്ങിയിട്ട് പോയല്ലോ ആ ശിഷ്യൻ, ഇയാൾ ഗ്രാമമായി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഏത് സ്ഥലത്ത് വെച്ച് പൂജ ചെയ്യണം എന്നതിന് യാതൊരു സൂചനയും ഇയാൾക്ക് ലഭിക്കുന്നില്ല. വളരെ ക്ഷീണിതനായി ഒരിടത്തിരിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ കാലിൽ ഒരു പേപ്പർ വന്ന് തട്ടുന്നു. ഈ പേപ്പറിലുള്ള കാര്യം നോക്കുമ്പോൾ ഈ ശങ്കരംപള്ളി എന്ന ഗ്രാമത്തിലേക്ക് ഇയാളെ ട്രാവൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. അവസാനം കാട്ടിലുള്ള ഒരു സ്ഥലം അയാൾ തിരഞ്ഞെടുക്കുന്നു. ഈ സ്ഥലമാണ് നമ്മൾ പൂജ ചെയ്യാനുള്ള ശരിയായ സ്ഥലം എന്ന് തോന്നി അവിടെ തന്നെ ഇരുന്ന് ആ മുട്ട വെച്ച് ഈ ശിഷ്യൻ പൂജ തുടങ്ങുന്നു. ആ പൂജ വളരെ ആക്രോശത്തോടെയാണ് നടക്കുന്നത്. ആ പൂജയ്ക്ക് അവിടെയുള്ള ക്ലൈമറ്റ് റിയാക്റ്റ് ആവുന്നു. അതേസമയം ആ മുട്ട അങ്ങനെ കുറച്ചായി പൊട്ടി അതിനുള്ളിൽ നിന്ന് എന്തോ ഒരു അമാനുഷിക രൂപം പുറത്തു വരുന്നത് പോലെയും ആ രൂപം കാണാൻ മനുഷ്യരെ പോലെയല്ല, വ്യത്യസ്തമായാണ് എന്നും അവർ കാണിക്കുന്നു. അവിടെ കട്ട് ചെയ്താൽ 4-5 കുടിയന്മാരായ പിള്ളേരെ കാണിക്കുന്നു. അവർ കുടിക്കാൻ സ്ഥലം അന്വേഷിച്ച് നടക്കാണ്. അപ്പോഴാണ് ഇവരുടെ കണ്ണിൽ ആ ബംഗ്ലാവ് പെടുന്നത്. ആ ബംഗ്ലാവിന്റെ ഗേറ്റിൽ ഈ സന്യാസി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇത് കടന്നുള്ളിൽ പോയാൽ മരണം നിശ്ചയം എന്ന്. ആ ബോർഡ് കണ്ടിട്ട് ഏതോ ഒരു ഭ്രാന്തൻ തന്നെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ ആ ബോർഡ് പറിച്ചെറിഞ്ഞിട്ട് ഈ കുടിയന്മാർ അതിനുള്ളിലേക്ക് കയറുന്നു. ഉള്ളിൽ പോയ ഈ കുടിയന്മാരെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ അമാനുഷികമായ ആക്ടിവിറ്റികൾ നടക്കാൻ തുടങ്ങുന്നു. ഏതോ ഒരു രൂപം ഇവരെ തല്ലുന്ന പോലെ അറ്റാക്ക് ചെയ്യുന്നു. ഈ ബംഗ്ലാവ് വിട്ട് പുറത്തേക്ക് ഓടാമെന്ന് വിചാരിച്ചാലും ഇവരെ തടഞ്ഞ് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നു. ഇതിൽ ഇവർ ചത്തോ ജീവിച്ചോ എന്ന് പോലും അറിയില്ല. അവിടെ കട്ട് ചെയ്താൽ ഇതേ ബംഗ്ലാവിലേക്ക് തന്നെയാണ് നമ്മുടെ ഹീറോ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബംഗ്ലാവിന്റെ റിനോവേഷൻ വർക്കിനായി ഈ ബംഗ്ലാവ് അഡ്രസ്സ് കണ്ടുപിടിച്ച് അയാൾ ഉള്ളിലേക്ക് കിടക്കുന്നു. ഭയങ്കര വിശപ്പോടെയാണ് വന്നിരിക്കുന്നത്.
ഹീറോയുടെ ഫ്രണ്ട് ഫോൺ വിളിച്ചിട്ട് നിനക്ക് കഴിക്കാൻ വേണ്ടി ഉള്ളിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ട്, ആ ഫ്രിഡ്ജിൽ ഫ്രഷ് ആയ ഫുഡും വെച്ചിട്ടുണ്ട്, നീ എടുത്ത് കഴിച്ചോ എന്ന് പറയുമ്പോൾ ഇയാളും ശരി എന്ന് കേട്ടിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഫുഡ് എടുത്ത് കഴിച്ചുകൊണ്ട് തന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്താൽ സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു സൈക്കാട്രിസ്റ്റ് ജേർണലിസ്റ്റിനെ നമ്മൾ കണ്ടില്ലേ. അവർ കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാറിന് മുന്നിൽ എന്തോ ഒരു അമാനുഷിക രൂപം നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്, ഇടിച്ചതുപോലെയും തോന്നുന്നുണ്ട്. പെട്ടെന്ന് കാറ് നിർത്തിയിട്ട് ഇറങ്ങി വന്ന് ആരുടെയെങ്കിലും മേലിടിച്ച് ആക്സിഡന്റ് ആയോ എന്ന് ചുറ്റും നോക്കുന്നുണ്ട്. ആ സ്ഥലത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞ് ആ സൈക്കാട്രിസ്റ്റ് ജേർണലിസ്റ്റും കാർ എടുത്ത് തിരിക്കുകയാണ്. നോക്കുമ്പോൾ ഈ ഗ്രാമത്തിൽ പെട്ടെന്ന് ഒരാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ കണ്ണിന് മുന്നിൽ ഏതോ ഒരു രൂപം കാണാൻ തുടങ്ങാണ്. ആ രൂപത്തെ കണ്ട് പേടിച്ച് വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങാണ്. അപ്പോൾ ഒരു കലപ്പയിൽ പോയി തട്ടിത്തടഞ്ഞു വീണ് അത് കുത്തിക്കയറി ആ വ്യക്തി മരിച്ചു പോവാണ്. ആ ഗ്രാമത്തിൽ മറ്റൊരു മരണവും കൂടി നടക്കുന്നു. അവിടെ കട്ട് ചെയ്താൽ ഈ ബംഗ്ലാവിൽ നമ്മുടെ ഹീറോ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, പെട്ടെന്ന് അയാളുടെ കയ്യിലുള്ള ഫുഡ് അഴുകി പോകുന്ന പോലെ തോന്നുന്നു. അതിൽ പുഴുക്കളൊക്കെ ഉള്ളത് പോലെ തോന്നുകയാണ്. പെട്ടെന്ന് പേടിച്ചു പോയി വലിച്ചെറിയുന്നു. ഫ്രഷായ ഫുഡാണല്ലോ ഉള്ളിൽ നിന്ന് എടുത്തത് എന്ന് നോക്കുമ്പോൾ ഉള്ളിലുള്ള ഫുഡ് മുഴുവൻ അഴുകി പോയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിധിയിൽ നിന്ന് കോള് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ആ ബംഗ്ലാവിനുള്ളിൽ വിചിത്രമായ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങുന്നു. ഹീറോയുടെ ചെവിയിൽ നിന്നും രക്തം വരുന്നില്ലെന്നേ ഉള്ളൂ. തപ്പിത്തടഞ്ഞു പോയി താഴെ വീഴാണ്. അതിനുശേഷം എഴുന്നേറ്റ് ആ ബംഗ്ലാവിനെ കുറേശ്ശായി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ ബംഗ്ലാവ് തന്നെ ഒട്ടും ശരിയല്ല, ഒരുമാതിരി നെഗറ്റീവ് എനർജിയാണ് എന്ന് തോന്നി തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ ഹീറോയുടെ ഫ്രണ്ട്സ് പെട്ടെന്ന് പ്രേതം പോലെ വന്ന് പേടിപ്പിക്കുന്നു. ഹീറോ പറയുന്നുണ്ട്, നിന്നോട് മാത്രമാണ് ഞാൻ വരാൻ പറഞ്ഞത്, എന്തിനാണ് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് അവരെ ചീത്ത പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഈ സൈക്കാട്രിസ്റ്റ് ജേർണലിസ്റ്റ് ഈ ബംഗ്ലാവിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ നമ്മുടെ ഹീറോയെ കാണുന്നു. ഞാൻ പ്രേതമാണെന്ന് വിചാരിച്ച് നിങ്ങളുടെ ഫ്രണ്ട് പേടിച്ചുപോയി, ഞാനാണ് ഇയാൾ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ കിടത്തിയത് എന്ന് പറയുന്നു. ഈ ബംഗ്ലാവിൽ ഇവരെല്ലാവരും ഓരോരോ ജോലികൾ ചെയ്യാനായി വന്നതാണ്. അങ്ങനെ ഇങ്ങനെ അവർ സെറ്റ് ആവാൻ തുടങ്ങുകയാണ്. അവിടെ കട്ട് ചെയ്താൽ ഈ നാട്ടിലുള്ള കാട്ടേരിയമ്മൻ കോവിലിനെ കാണിക്കുന്നു. അവിടെ നോക്കിയാൽ ഈ വഴിപാടുകൾ കെട്ടിത്തൂക്കിയിട്ടുണ്ടല്ലോ, ഒരു അമാനുഷിക രൂപം ആ വഴിപാടുകളൊക്കെ തീയിലിട്ട് കത്തിച്ച് ഭയങ്കരമായ ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും ഈ ഗ്രാമത്തെ തന്നെ നടക്കുന്ന വിധത്തിൽ. അവിടെ കട്ട് ചെയ്താൽ ഈ സൈക്കാട്രിസ്റ്റ് ഇല്ലേ, അവർ ഈ ബംഗ്ലാവിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തൂക്കുകയർ ഇവരുടെ കണ്ണിന് മുന്നിൽ വരുന്നു. അതിനുശേഷം അത് മറഞ്ഞു പോകുന്നു. അപ്പോൾ ഈ സ്ഥലത്ത് എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്ന കാര്യം അവർ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. മറുവശത്ത് ഈ ശിഷ്യനില്ലേ അടിച്ചും പിടിച്ചും ഗുരുവിനെ കാണാനായി പോവാണ്. സ്വാമി, നിങ്ങൾ ആ മുട്ട തന്ന് പൂജയൊക്കെ ചെയ്യാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരിടത്ത് പോയി പൂജ ചെയ്തു. എന്നാൽ ആ പൂജ ശരിയായിട്ടാണോ നടന്നതെന്ന് എനിക്കറിയില്ല, തെറ്റ് സംഭവിച്ചു പോയി എന്നാണ് തോന്നുന്നത് എന്നയാൾ പറയുന്നു. തെറ്റായ ഒരാളെ സ്വതന്ത്രനാക്കിയോ എന്ന സംശയം വരികയാണ്. മാന്ത്രിക ജലം എന്ന് പറയുന്ന ഒരു വെള്ളത്തിൽ ഈ ഗുരു മന്ത്രമൊക്കെ ജപിച്ച് അവിടെ എന്ത് നടന്നു എന്ന് വിശദമായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്താൽ ഈ ബംഗ്ലാവിനുള്ളിൽ തുടർച്ചയായി അമാനുഷികമായ ആക്ടിവിറ്റികൾ നടക്കാൻ തുടങ്ങുന്നു. എല്ലാവരും ഭയന്നു പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയുടെ രൂപം ഹീറോയുടെ കണ്ണുകളിൽ കാണാൻ തുടങ്ങുന്നു. ആ പെൺകുട്ടിയെ കണ്ട് ഹീറോ വല്ലാതെ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു. ആരാടാ ഇത് എന്ന് ചുറ്റുമുള്ള എല്ലാവരും ചോദ്യം ചോദിക്കുന്നു. നിധി നിധി എന്നയാൾ ഒച്ചവെക്കുന്നു. പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ രൂപം മറഞ്ഞു പോകുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ ഹീറോ നിധിയുമായി ഫോണിൽ മാത്രം കോണ്ടാക്റ്റിലുള്ളതല്ല. ഇവർ രണ്ടുപേർക്കിടയിൽ ഇതിനപ്പുറം എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കണം എന്നാണ് തോന്നുന്നത്. ബട്ട് എന്ത് നടന്നു എന്ന കാര്യം വിശദമായി നമ്മളോട് ഇപ്പോൾ പറയുന്നില്ല. ഈ ബംഗ്ലാവിലുള്ള ഹീറോയുടെ ഗ്യാങ്ങിൽപ്പെട്ട ഒരാൾ ഇവിടെ നടക്കുന്ന അമാനുഷിക കാര്യങ്ങളൊക്കെ കണ്ട് രക്ഷപ്പെട്ട് ഓടാമെന്ന് കരുതി ബംഗ്ലാവിന് പുറത്തേക്ക് വരികയാണ്. പെട്ടെന്ന് അയാൾ ഉരുകിപ്പോയി താഴെ വീഴുന്നു. അസ്ഥികൂടം മാത്രമേ ബാക്കിയാവുന്നുള്ളൂ. അത് കണ്ടിട്ട് ഈ ബംഗ്ലാവ് വിട്ട് പുറത്തു പോയാൽ മരണം നിശ്ചയമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. മറുവശത്ത് ഈ ഗുരുവില്ലേ തന്റെ ശിഷ്യനോട് പറയുന്നുണ്ട്, നിന്റെ മാന്ത്രികം കൃത്യമായി തന്നെയാണ് ജോലി ചെയ്തിരിക്കുന്നത്, ശരിയായ ഒരാളെ തന്നെയാണ് ശരിയായ സമയത്ത് നീ ഉണർത്തിയിരിക്കുന്നത്, എല്ലാം നല്ലപടിയായി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നയാൾ സന്തോഷിക്കുന്നു. ഈ ഗുരു പറയുന്നുണ്ട്, പണ്ടുകാലത്ത് കുമരിക്കണ്ടത്തിൽ ജീവിച്ചിരുന്നവർ അമാനുഷികമായ കാര്യങ്ങളും സൂപ്പർ പവറുകളും പിന്നെ ഈ ബ്ലാക്ക് മാജിക്കും ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ശക്തി ഉണ്ടാക്കിയിരുന്നു. ആ ശക്തിയെ കുമരിക്കണ്ടത്തിലെ പാതാള അറയിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ശക്തി തെറ്റായവരുടെ കയ്യിൽ പോയാൽ ഈ ലോകം തന്നെ അവർക്ക് സ്വന്തമായി മാറും എന്ന് കരുതി കുമരിക്കണ്ടം മുങ്ങിയതിനു ശേഷം ഈ ശക്തിയെ സംരക്ഷിക്കാനുള്ള ജോലി ത്രികാലൻ എന്നൊരു വ്യക്തിയെ ഏൽപ്പിച്ചിരുന്നു. അയാളിൽ നിന്ന് മറ്റു രാജ്യക്കാർ വന്ന് ആ ശക്തിയെ സ്വന്തമാക്കണമെന്ന് കരുതി ഭയങ്കരമായി യുദ്ധമൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ആ യുദ്ധത്തിൽ ആർക്കും ത്രികാലനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ത്രികാലന്റെ മരണത്തിന് ശേഷവും അവർ അത് എടുക്കാൻ ശ്രമിക്കുമെന്ന് കരുതി ത്രികാലന്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കാതെ അവർ ഒരിടത്ത് അടച്ചു വെച്ചിരുന്നു. ശരിയായൊരു ശരീരം ലഭിക്കുമ്പോൾ ഈ ത്രികാലൻ വീണ്ടും വരണമെന്ന് കരുതി. ഇതിനിടയിൽ ആ രാജ്യത്തുള്ള മന്ത്രവാദികളൊക്കെ ഉണ്ടല്ലോ, അവർ ആ കുമരിക്കണ്ടത്തിന്റെ പാതാള അറയിലുള്ള ആ മാനുഷിക ശക്തി എടുക്കണം എന്ന് കരുതി കഷ്ടപ്പെട്ട് എങ്ങനെയോ എടുത്തു. ഇപ്പോൾ ആ ശക്തി അവരുടെ കൺട്രോളിൽ പോയതുകൊണ്ടാണ് ഈ നാട് ആപത്തിലായിരിക്കുന്നത്. ഈ ലോകം തന്നെ നശിക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ശിഷ്യൻ വന്ന് സഹായം ചോദിച്ചത്. ഇത് മനസ്സിലാക്കിയ ഗുരു ആ മുട്ട കൊടുത്ത് നീ പോയി പൂജ ചെയ്യ് എന്ന് പറഞ്ഞിരുന്നു. ആ മുട്ടയ്ക്കുള്ളിലാണ് ത്രികാലന്റെ ആത്മാവ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇയാൾ പോയി പൂജ ചെയ്തു. ആ പൂജയുടെ ഫലമായിട്ടാണ് ഈ ത്രികാലൻ വീണ്ടും വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ തെറ്റായവരുടെ കയ്യിൽ പോയ ആ അമാനുഷിക ശക്തിയെ വീണ്ടും തിരിച്ചെടുത്ത് അടച്ചു വെക്കണം എന്നതിനു വേണ്ടി. ഇതിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ആത്മാവ് ആരുടെ ശരീരത്തിലേക്കാണ് കയറിയിരിക്കുന്നത് എന്ന് വെച്ചാൽ സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ പശുവിനെ വെട്ടി ശാപത്തിന് ഇരയായവരില്ലേ, ഈ ജമീന്ദാരുടെ ഫാമിലി,
ആ വംശത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്കാണ് കയറിയിരിക്കുന്നത്. ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ശരീരത്തിന് ഒരു പക ബാക്കിയുണ്ട്. ആ പക തീർത്തതിന് ശേഷം മാത്രമേ ത്രികാലൻ ആ ശരീരത്തെ തന്റെ കൺട്രോളിലെടുത്ത് തന്റെ ജോലി തുടങ്ങുകയുള്ളൂ. അപ്പോൾ മാത്രമേ ത്രികാലനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവന്ന് നമ്മൾ വിചാരിക്കുന്നത് ചെയ്യാൻ കഴിയൂ. അതുവരെ ത്രികാലൻ ഔട്ട് ഓഫ് കൺട്രോൾ ആണ് എന്നൊക്കെ ഈ ഗുരു പറയുന്നു. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഈ ജമീന്ദാർ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ജോത്സ്യനെ കാണാനായി പോയല്ലോ. ആ ജാതകം വെച്ച് ഈ കുടുംബത്തിൽ ഇപ്പോൾ പുതുതായി ജനിച്ചിരിക്കുന്ന ഈ കുട്ടി വംശത്തെ തന്നെ സർവനാശം ചെയ്യുന്ന ഒരാളായിട്ടാവും മാറുക എന്നൊക്കെ ഗണിച്ചു പറഞ്ഞിരുന്നല്ലോ. ആ പയ്യന്റെ കഥ കാണിക്കാൻ തുടങ്ങുന്നു. ഈ പയ്യന് നമുക്ക് ദേവ് എന്ന് പേര് വെക്കാം. ഈ ദേവ് ജനിക്കുമ്പോൾ തന്നെ ഒരു ഡിസീസോടെയാണ് ജനിച്ചതെന്ന് പറഞ്ഞിരുന്നല്ലോ. അതെന്താ ഡിസീസ് എന്ന് വെച്ചാൽ ഈ പയ്യന് പുറത്തു പോകാൻ കഴിയില്ല. പുറത്തുപോയി സൺലൈറ്റ് അടിച്ചാൽ തന്നെ ഇവന് സ്കിൻ അലർജി വന്ന് ശരീരം മുഴുവൻ പൊള്ളാൻ തുടങ്ങും. അതുകൊണ്ട് ഈ പയ്യനെ പുറത്തുവിടാതെ വീടിനുള്ളിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഈ പയ്യന് വല്ലാതെ ദേഷ്യം വരികയാണ്. വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരെയൊക്കെ ഇട്ട് തല്ലുകയാണ്. എന്നെ പുറത്ത് കൊണ്ടുപോകുന്നോ ഇല്ലയോ എന്ന് ചോദിച്ച് വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരെയൊക്കെ ഇട്ട് തല്ലുകയാണ്. എന്നാൽ ഈ പയ്യനെ പുറത്തു കൊണ്ടുവരാൻ എല്ലാവർക്കും വളരെ പേടിയാണ്. എല്ലാവരെയും അടിച്ചിട്ട് ഒരു ദിവസം ദേവ് വീട് വിട്ട് പുറത്തു വരുന്നു. സൺലൈറ്റ് അടിച്ച ഉടനെ അവന്റെ ശരീരം മുഴുവനും എരിയാൻ തുടങ്ങി. ഈ ജോത്സ്യന്റെ അടുത്ത് ആ ബന്ധു ചോദിക്കുന്നുണ്ട്, ദോഷം ശരിയാക്കാൻ വേറെ വഴിയില്ലേ എന്ന്. ഗ്രഹങ്ങളൊക്കെ മാറുമ്പോൾ ഇവന്റെ ജീവിതത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഈ പയ്യന് അമ്മയുടെ സ്നേഹം കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. ഒരു വലിയ യുദ്ധം തന്നെ നടക്കും എന്ന് പറയാണ്. അതുമാത്രമല്ല, അവൻ വളരുമ്പോൾ തന്നെ അവന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവും, പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളും ഉണ്ടാവും എന്നൊക്കെ ഈ ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കട്ട് ചെയ്താൽ ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷൻ കാണിക്കുന്നു. ഈ ബംഗ്ലാവിനുള്ളിലുള്ള ആളുകൾക്ക് അമാനുഷികമായ രീതിയിൽ ചിരിക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങുന്നു. ഹീറോ ഫോളോ ചെയ്തു പോയി ഒരു റൂം പൊളിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ സൈക്കാട്രിസ്റ്റ് തടയാൻ ശ്രമിക്കുകയാണ്. നീ എന്തിനാ തടയാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് കഴുത്തിൽ കൈവയ്ക്കുമ്പോൾ അപ്പോഴാണ് സൈക്കാട്രിസ്റ്റ് ഞാൻ ഇവിടെ വന്നതിനുള്ള കാരണം പറയാം എന്ന് പറഞ്ഞൊരു കഥ പറയുന്നത്. ഈ സൈക്കാട്രിസ്റ്റ് സർവീസിലിരിക്കുമ്പോൾ ഒരു വിചിത്രമായ കേസ് കണ്ടിട്ടുണ്ടായിരുന്നു. ദേവ് എന്നൊരു പയ്യൻ സ്കിൻ ഡിസീസ് കാരണം ബാധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവന് അവന്റെ ശരീരം കവർ ചെയ്യാതെ വീട് വിട്ട് പുറത്തേക്ക് വരാൻ കഴിയില്ല. അവന്റെ കുടുംബത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നം കാരണം ആ പയ്യൻ അവന്റെ അച്ഛനെ തന്നെ വെടിവെച്ചു കൊന്നു. ബട്ട് ഈ പയ്യന് പ്രായം കുറവായതുകൊണ്ട് ജയിലിലേക്ക് അയക്കാതെ മാനസികമായി ബാധിക്കപ്പെട്ടവരെയൊക്കെ നന്നാക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് അയച്ചു. ആ ഹോസ്പിറ്റലും ഏകദേശം ജയിൽ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെയും ഒരു ജയിലറുണ്ട്. അവിടെയുള്ള പിള്ളേരെയൊക്കെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ പയ്യനെയും ഇട്ട് ടോർച്ചർ ചെയ്തപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ എത്രത്തോളം പേടിച്ചിരിക്കുന്നോ അത്രത്തോളം നമ്മളെ ഒതുക്കിക്കൊണ്ടേയിരിക്കും. എന്ന് നമ്മൾ തിരിച്ചടിക്കുന്നു അന്ന് മാത്രമേ നമുക്ക് ബഹുമാനം കിട്ടൂ എന്ന് കരുതി ആ ജയിലറേറ്റ് നന്നായി തല്ലി. അതിനുശേഷം ആ സ്ഥലമേ ഇവന്റെ കൺട്രോൾ വന്നു. അവന്റെ ക്യാരക്ടറും പേഴ്സണാലിറ്റിയും നോക്കിയാൽ ആർക്കും മനസ്സിലാകാത്ത ഒരു കടങ്കഥയായിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവനുള്ള ട്രീറ്റ്മെന്റ് എല്ലാം ചങ്ങലയിൽ ബന്ധിച്ചിട്ടാണ് കൊടുത്തിരുന്നത്. ആ സമയത്താണ് സൈക്കാട്രിസ്റ്റ് ആയിട്ട് ഇവർ അവനെ കാണാനായി പോയത്. ഇവനെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇവനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരണമെങ്കിൽ ഇവൻ ആരാണ്, ഇവന്റെ ലൈഫിൽ എന്ത് നടന്നു എന്ന് വിശദമായി മനസ്സിലാക്കണമെന്ന് കരുതി മരുന്ന് കൊടുത്ത് ഹിപ്നോട്ടിസ് ഒക്കെ ചെയ്ത് ഇവന്റെ ലൈഫിൽ എന്ത് നടന്നു എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ദേവ് തന്റെ കഥ പറയാൻ തുടങ്ങുന്നത്. ദേവ് ജനിക്കുമ്പോൾ തന്നെ അവരുടെ അമ്മ മരിച്ചുപോയി. ദേവിന്റെ അച്ഛൻ അമ്മയോടുണ്ടായിരുന്ന സംശയം കാരണം ദേവിനെയും വേണ്ടെന്ന് പറഞ്ഞു. നോക്കാൻ ആരുമില്ലാതെ ഈ സ്കിൻ ഡിസീസ് കാരണം കുട്ടിക്കാലത്ത് നമ്മുടെ ദേവ് വല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. ആ സമയത്താണ് വീട്ടിൽ ജോലിക്കാരിയായി സന്ധ്യ എന്നൊരാൾ വരുന്നത്. അവരെ ദേവിന്റെ അച്ഛൻ കല്യാണം കഴിക്കുന്നു, ഭാര്യയായി അംഗീകരിക്കുന്നു. അപ്പോഴാണ് ദേവ് ഈ വീടിനുള്ളിൽ വിചിത്രമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നതും സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നതൊക്കെ സന്ധ്യ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സന്ധ്യ ഇനിമേൽ ഞാൻ നിന്നെ ഭദ്രമായിട്ട് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ അമ്മയെ പോലെ കൂടെ നിന്ന് കെയർ ചെയ്യുന്നു. ഇത് ദേവിന് വളരെ ഇഷ്ടമാവുന്നുണ്ട്. ഇവൻ വീട് വിട്ട് പുറത്തു പോകണം എന്ന് വളരെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇവൻ വീട് വിട്ട് പുറത്തു വന്നാൽ തന്നെ ഇവന്റെ ശരീരം മുഴുവൻ പൊള്ളാൻ തുടങ്ങും. അതിനൊരു പരിഹാരമായി ഇവന്റെ ശരീരം മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സും ഇവന്റെ മുഖം കവർ ചെയ്ത് കണ്ണുകൾക്കടുത്ത് ഗ്ലാസ്സുള്ള ഒരു മാസ്കും അവർ തയ്യാറാക്കുന്നു. ഇതിലൂടെ ഇവന് ഈ നാട് ചുറ്റി കാണാമല്ലോ എന്ന് കരുതി സന്ധ്യ പുറത്തൊക്കെ കൂട്ടിക്കൊണ്ടുപോയി വരും. ഇതുകൊണ്ട് സന്ധ്യയോട് ഇവനുള്ള സ്നേഹം വളരെ കൂടുതലാവുന്നു. ഈ ബന്ധുവിനെ നമ്മൾ കണ്ടില്ലേ, ആ ബന്ധുവിന് ഒരു മകനുണ്ടായിരുന്നു. ആ പയ്യന്റെ പേര് കേശവ്. കേശവും ഈ ദേവും എപ്പോഴും ഒന്നിച്ച് തന്നെ ഫ്രണ്ട്സായി നടക്കും. ഈ കേശവ് സിഗരറ്റ് വലിക്കുന്ന ശീലം പഠിച്ച് ഇവനും പഠിപ്പിച്ചു കൊടുക്കും. ഇത് വീട്ടിലുള്ളവർ കണ്ടുപിടിക്കാം. ഈ ബന്ധു കേശവനായിട്ട് തല്ലുകയാണ്. അതേസമയം ദേവിന്റെ അമ്മയും ഇത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുവരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ദേവിന്റെ അച്ഛൻ വീട്ടിൽ മദ്യപിച്ചിട്ട് എന്തോ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഇവരുടെ വീടിനുള്ളിൽ നിന്ന് ഈ കേശവ് ഷർട്ട് അയച്ച നിലയിൽ വീട് വിട്ട് പുറത്തേക്ക് ഓടുന്നുണ്ട്. ആ സമയത്ത് ഈ സന്ധ്യ അടുത്ത റൂമിൽ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇത് വെച്ച് നോക്കുമ്പോൾ ഇവർ രണ്ടുപേർക്കിടയിൽ ബന്ധമുണ്ടെന്ന് തോന്നുന്നു എന്ന് കരുതി ദേവിന്റെ അച്ഛന് കടുത്ത ദേഷ്യം ഉണ്ടാവുന്നുണ്ട്. ഈ നിലയിൽ ഒരു ദിവസം സന്ധ്യയ്ക്ക് പെട്ടെന്ന് കടുത്ത വയറുവേദന വരുന്നുണ്ട്. അതുകൊണ്ട് ഉടനെ ദേവ് വന്നിട്ട് അച്ചാച്ച അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോച്ചാ എന്ന് കെഞ്ചാണ്. ഇയാൾക്ക് സംശയമുണ്ടല്ലോ എന്ന് കരുതി പെട്ടെന്ന് എഴുന്നേറ്റ് ഇത് സത്യമാണോ കള്ളമാണോ എന്ന് പോലും അന്വേഷിക്കാതെ ഇയാൾ സന്ധ്യയെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ശരിക്കും അവർ പ്രസവവേദന കൊണ്ടാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. ആ കുട്ടി ഇയാളുടേതല്ല എന്ന് പറഞ്ഞ് ഇയാൾ അടിക്കുകയാണ്.
ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാത്ത ദേവ് അവിടെയുള്ള ഗൺ എടുത്തുകൊണ്ട് വന്ന് അവരുടെ അച്ഛനെ ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു. തുടക്കത്തിൽ അവിടെ അച്ഛൻ ഭയപ്പെടുന്നില്ല, കാരണം ഇവന് വെടിവെക്കാൻ അറിയില്ലല്ലോ. എന്നാൽ ഇവൻ കറക്റ്റായി ട്രിഗർ ചെയ്ത് വിടുന്നു. അത്രയേ ഉള്ളൂ, സ്പോട്ടിൽ തന്നെ വെച്ച് അച്ഛൻ മരിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഇവൻ ഈ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഹിപ്നോട്ടിസത്തിലൂടെ എല്ലാം മനസ്സിലാക്കിയ ഈ സൈക്കാട്രിസ്റ്റ് ഇവനെ സഹായിക്കാമെന്ന് തീരുമാനിക്കുന്നു. അതിനുശേഷം ഒരു ദിവസം ദേവിന്റെ അമ്മയും അനിയത്തിയും ഈ സൈക്കാട്രിസ്റ്റിനെ വന്ന് കാണുന്നു. എന്നാൽ ദേവ് ഒരു വ്യത്യസ്തനായ ആളായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അനിയത്തിയെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാനായി സ്യൂട്ടൊക്കെ ഇട്ട് കൂട്ടിക്കൊണ്ടുപോകും. പോകുന്ന വഴിയിൽ അനിയത്തിയുടെ ഫ്രണ്ടും കാറിൽ കയറും. ഇതാണോ നിന്റെ ഏട്ടൻ? ചെറുപ്പത്തിൽ നിങ്ങളുടെ അച്ഛനെ കൊന്നിട്ട് ജയിലിൽ പോയ ആളാണോ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ദേവിന് ഒരുമാതിരി സങ്കടമാവുന്നുണ്ട്. മുഖം കാണാമല്ലോ എന്ന് കരുതി പെട്ടെന്ന് ആ സ്യൂട്ട് അഴിക്കുമ്പോൾ ആ സ്ഥലം അങ്ങനെ ഇരിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്താണത്, കാലം മാറിയാലും എല്ലാവരും നമ്മൾ ചെയ്തത് ഓർത്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് കരുതി ഈ ദേവിന് വല്ലാതെ വിഷമാവുന്നുണ്ട്. വീട് വിട്ട് പുറത്തു പോയാൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടുവരും. ഇതുകൊണ്ട് തന്നെ ദേവിന്റെ അമ്മ സന്ധ്യ ഇനിമേൽ ഇവനെ വീട് വിട്ട് പുറത്തു വിടാൻ പാടില്ല, വീട്ടിൽ തന്നെ നിർത്താൻ എന്താണ് വഴിയെന്ന് നോക്കണമെന്ന് പറഞ്ഞ് ആലോചിക്കാൻ തുടങ്ങാണ്. സൈക്കാട്രിസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തതിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ ദേവ് സൈക്കോളജിക്കലായി ബാധിക്കപ്പെട്ട് അയാൾക്ക് ബൈപോളാർ ഡിസോർഡർ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. അയാളെ സംബന്ധിച്ച് അയാൾക്ക് സപ്പോർട്ടായി പുതുതായി ഒരു ക്യാരക്ടറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചുറ്റുമുള്ള എല്ലാവരും തനിക്ക് ദ്രോഹം മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞ് ആരെയും അയാൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് ആരായാലും വേർതിരിവില്ലാതെ തെറ്റാണെന്ന് തോന്നിയാൽ പെട്ടെന്ന് എതിർക്കും. ഈ ഒരു സാഹചര്യത്തിൽ ദേവിന്റെ അനിയത്തിയായ നിധിയിൽ നിന്ന് സൈക്കാട്രിസ്റ്റിന് കോൾ വന്നിട്ടുണ്ട്. തുടക്കത്തിൽ സൈക്കാട്രിസ്റ്റ് വളരെ ബിസി ആയിരുന്നതുകൊണ്ട് ആ കോൾ അത്ര കാര്യമായി അറ്റൻഡ് ചെയ്തില്ല. അതിനുശേഷം അടുത്തടുത്ത് നിധിയിൽ നിന്ന് കോൾ വരുന്നുണ്ട്. ഒരു ദിവസം നന്നായി സംസാരിക്കുന്നുണ്ട്, ഒരു ദിവസം രക്ഷിക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ മാതിരി നിധിയിൽ നിന്ന് വരുന്ന ഫോൺ കോളുകൾ എല്ലാം വളരെ ഡിഫറെന്റ് ആയിരുന്നു എന്ന് സൈക്കാട്രിസ്റ്റ് പറയുന്നു. ആക്ച്വലി ദേവിന്റെ അനിയത്തിയാണ് ഈ നിധി. ഈ നിധിയോടാണ് പ്രസന്റിലുള്ള നമ്മുടെ ഹീറോ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാവുന്നു. അതുമാത്രമല്ല, സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ശങ്കരംപള്ളി എന്ന സ്ഥലത്ത് ഒരു പയ്യനും പെൺകുട്ടിയും ഒരുമാതിരി തൂങ്ങി മരിച്ചിരുന്നില്ലേ, ആ കേസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായി ഈ സൈക്കാട്രിസ്റ്റ് പോയിരുന്നു. ആ സ്ഥലത്ത് ഈ ദേവിന്റെ മാസ്ക് ലഭിച്ചിരുന്നു. ഇവർ മരിച്ചതിനും ദേവിനും എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കാർ ഓട്ടോമാറ്റിക്കായി എന്നെ ഈ ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എൻ്റെ ചുറ്റും എന്ത് നടക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുമാത്രമല്ല, ആ ദേവ് ഇപ്പോൾ ജീവനോടുണ്ടോ മരിച്ചോ എന്നൊരു വിവരവും എനിക്കറിയില്ല എന്ന് ഹീറോയോട് ഈ സൈക്കാട്രിസ്റ്റ് പറയുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ അയാളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങുന്നു. തുടക്കത്തിൽ ഈ പിള്ളേര് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇയാൾ രക്ഷിക്കാനായി പോയല്ലോ, അതിന് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് നിധി കോൾ ചെയ്തിരുന്നത്. അതിനുശേഷം നിധി വീണ്ടും വിളിച്ച് ഇവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി. ഇവർ രണ്ടുപേർക്കിടയിൽ പ്രണയം മുട്ടിടാൻ തുടങ്ങി. ഹീറോയും നിധിയും പ്രണയത്തിലായിരുന്നു എന്ന കാര്യം പുറത്ത് ആർക്കും അറിയില്ല. ഇവർ രണ്ടുപേരുടെയും പ്രണയ ജീവിതം നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിധിയിൽ നിന്നുള്ള കോൾ വരുന്നത് നിന്നുപോയി. തനിക്ക് കോൾ ചെയ്തില്ലെങ്കിൽ അച്ഛന്റെ നമ്പറിലേക്കെങ്കിലും വിളിക്കുമല്ലോ എന്ന് കരുതി തന്റെ അച്ഛനോട് നിധിയിൽ നിന്ന് കോൾ വന്നോച്ചാ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കോൾ വന്നിട്ടില്ല എന്ന് പറയുന്നു. നിധി എവിടെ പോയി, എന്തായി എന്നൊരു വിവരവും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം നിധിയിൽ നിന്ന് കോൾ വന്നു. എന്നാൽ ആ കോൾ വരുമ്പോഴൊക്കെ നമ്മുടെ ഹീറോയുടെ ചെവിയിൽ നിന്ന് രക്തം വരാൻ തുടങ്ങിയിരുന്നു. അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അറ്റൻഡ് ആവില്ല, ഫോൺ വർക്കാവില്ല, അല്ലെങ്കിൽ ഇയാളുടെ കയ്യിൽ പരിക്ക് പറ്റും. എത്ര തവണ നിധിയിൽ നിന്ന് കോൾ വന്നാലും ചെവി വേദനയ്ക്കും, ഇവൻ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അതുമാത്രമല്ല, മൊബൈൽ ഫോണിൽ ഏത് ലൊക്കേഷനിലേക്ക് അയച്ചാലും ഈ ശങ്കരംപള്ളി എന്ന ഈ ഒരു ലൊക്കേഷൻ മാത്രമേ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ ജോലിയെ കാരണമായി വെച്ച് നിധി അന്വേഷിച്ച് തന്നെയാണ് ഈ സ്ഥലത്തേക്ക് വന്നത് എന്ന് ഹീറോ പറയുന്നു. ശരിക്കും ആ ബംഗ്ലാവിലെ മുകളിലുള്ള റൂമിൽ നിന്ന് ശബ്ദം കേട്ട് ആ ഡോറ് പൊളിക്കാൻ പോകുമ്പോഴാണ് ഇവർ രണ്ടുപേരും പരസ്പരം സത്യങ്ങൾ പറഞ്ഞത്. വീണ്ടും ആ റൂമിൽ നിന്ന് ശബ്ദം വരുന്നുവെന്ന് പറഞ്ഞ് ഹീറോ ഡോറ് പൊളിച്ച് ഓപ്പൺ ചെയ്ത് ഉള്ളിൽ പോയി നോക്കുമ്പോൾ അവിടെ ഒരുത്തനുണ്ട്. അപ്പോഴാണ് സൈക്കാട്രിസ്റ്റ് പറയുന്നത്, ഞാൻ ഇവനെ നേരത്തെ തന്നെ കണ്ടു. ഇവനോട് ചോദിച്ചറിയാനായി ഞാനാണ് ഇവനെ ഇവിടെ കെട്ടിയിട്ടിരുന്നത്, എന്നാൽ ഇതുവരെ സത്യം പറഞ്ഞിട്ടില്ല. ആ സത്യം പുറത്തു കൊണ്ടുവരാൻ സമ്മതിക്കാതെ നീ തടയുമോ എന്നതുകൊണ്ടാണ് നിന്നെ ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ ഞാൻ സമ്മതിക്കാതെ തടഞ്ഞത് എന്നീ സൈക്കാട്രിസ്റ്റ് പറയുന്നു. നിന്റെ സ്റ്റൈലിൽ ചോദിച്ചാൽ ഇവൻ സത്യം പറയില്ല, എന്റെ സ്റ്റൈലിൽ ചോദിച്ചാലേ സത്യം പറയൂ എന്ന് പറഞ്ഞ് അവനായിട്ട് അടിക്കുകയാണ്. അപ്പോഴാണ് അവൻ സത്യം പറയാൻ തുടങ്ങുന്നത്. ഇവൻ വേറെ ആരുമല്ല, ഈ നാട്ടിലുള്ള ഫിനാൻസറുടെ ഗുണ്ടയാണ്. ഈ ഫിനാൻസിയർ എന്ത് പറഞ്ഞാലും ചെയ്യുന്നതാണ് ഇവരുടെ ജോലി. ഈ വീട്ടിലേക്ക് പോ, അവിടെ ഒരു 3 ഡെഡ് ബോഡി ഉണ്ട്, അത് കൊണ്ടുപോയി കുഴിച്ചിട്ടേക്ക് എന്ന് പറഞ്ഞിരുന്നു. ഈ ഗുണ്ടകൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ സ്ഥലത്ത് ദേവിന്റെ അമ്മ സന്ധ്യ, ദേവിന്റെ അനിയത്തി നിധി, പിന്നെ ദേവ് 3 പേരും ഈ സ്ഥലത്ത് മരിച്ചു കിടന്നിരുന്നു. 3 പേരുടെയും മൃതദേഹം കൊണ്ടുപോയി കുഴിച്ചിട്ട് ഇവർ മദ്യപിക്കാമെന്ന് കരുതി വീണ്ടും ഈ ബംഗ്ലാവിനുള്ളിലേക്ക് വന്നതാണ്. ഈ സാഹചര്യത്തിലാണ് ഗുരുജി തന്റെ ശിഷ്യനോട് പോയി പൂജ ചെയ്യാൻ പറഞ്ഞത്. പൂജ ചെയ്യാനായി പോയ ഈ ശിഷ്യൻ ഈ ദേവിന്റെ മൃതദേഹത്തിന് മുന്നിലിരുന്നാണ് പൂജ ചെയ്തത്. സോ ദേവിന്റെ മൃതദേഹത്തിനുള്ളിൽ കയറി ത്രികാലൻ വീണ്ടും വന്നിരുന്നു. ഓൾറെഡി പറഞ്ഞതുപോലെ ആ ശരീരത്തിന് പകയുണ്ടെങ്കിൽ ആ പക തീർത്തിട്ട് മാത്രമേ അടുത്ത ഘട്ട ജോലി ഈ ത്രികാലൻ തുടങ്ങുകയുള്ളൂ. ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. എന്തായാലും ഈ കൊട്ടാരത്തിനുള്ളിൽ വന്ന ഹീറോ ആയിക്കോട്ടെ, സൈക്കാട്രിസ്റ്റ് ആയിക്കോട്ടെ, ഹീറോയുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇവർക്കൊന്നും ഇനി ഈ കൊട്ടാരം വിട്ട് പുറത്തു പോകാൻ കഴിയില്ല. കാരണം ഈ കൊട്ടാരത്തെ ആ ആത്മാവ് തന്റെ കൺട്രോളിൽ വെച്ചിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്താൽ ഈ ഫിനാൻസിയറില്ലേ, ഈ കൊട്ടാരത്തിന്റെ റിനോവേഷൻ വർക്ക് എന്തായി എന്ന് നോക്കാനായി ഈ കൊട്ടാരത്തിനുള്ളിലേക്ക് എൻ്റർ ആവുന്നു. നമ്മുടെ ഹീറോയുടെ പേര് വിളിച്ച് ചോദിക്കാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് ഒരു അമാനുഷിക രൂപം വന്ന് അയാളെ ഭയങ്കരമായി പേടിപ്പിക്കാൻ തുടങ്ങുന്നു. പേടിച്ച് വരച്ച് ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണ്.
അങ്ങനെ ഈ ഫിനാൻസിയറും ഈ കൊട്ടാരത്തിനുള്ളിൽ പെട്ടുപോവാണ്. ഇയാൾ ഇവിടെ നടക്കുന്ന അമാനുഷിക കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങേയറ്റത്തെ ഭയത്തിലിരിക്കുകയാണല്ലോ. ഇപ്പോൾ നമ്മുടെ ഹീറോ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഫിനാൻസിയർ സത്യം പറയുന്നത്. ഈ ഫിനാൻസിയർ നാട്ടിലുള്ള എല്ലാവർക്കും കടം കൊടുത്തിരുന്നല്ലോ. ആ കൂട്ടത്തിൽ ദേവിന്റെ അമ്മ സന്ധ്യയും കടം വാങ്ങിയിരുന്നു. ആ കടം തിരിച്ചു പിടിക്കാനായി ഈ ഫിനാൻസിയർ പോയിരുന്നു. പണം ചോദിക്കാൻ എന്ന പേരിൽ ദേവിന്റെ അമ്മയോട് തെറ്റായ ഉദ്ദേശത്തോടെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ നേരം നോക്കി നമ്മുടെ ദേവ് ഉള്ളിലേക്ക് വരികയാണ്. അതും മാസ്കോടുകൂടി. ആരേവൻ, വിചിത്രമായിരിക്കുന്നു, നിന്റെ മകനാണോ എന്ന് ചോദിക്കുകയാണ്. അതേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ നടന്നതൊക്കെ കണ്ട് ദേവ് ഈ ഫിനാൻസിയറെ അടിക്കുന്നു. ആ നേരം നോക്കി ദേവിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ കേശവ് വീടിനുള്ളിൽ വന്നിട്ട് എന്താ പ്രശ്നം, എന്തായി എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഫിനാൻസിയർ പറയുന്നുണ്ട്, ഇവർ എൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിയിരുന്നു, കടം തിരിച്ചു ചോദിച്ചപ്പോൾ ഇങ്ങനെ അടിക്കുകയാണ് എന്ന് പറയാണ്. നിനക്കെന്താ പണമില്ലേ, ദാ ഈ വിസിറ്റിംഗ് കാർഡ് പിടിക്ക്, ഇയാളെ പോയി കാണുക എന്ന് പറയാണ്. ആ പണം എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. നീ പോ എന്ന് പറഞ്ഞ ഉടനെ ഈ ഫിനാൻസിയർ അവിടെ നിന്ന് പോയി. ഇപ്പോൾ ദേവ് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ഇനിയും എത്ര നാൾ ഈ ശാപം ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കും, എത്ര നാൾ ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കും എന്ന് പറഞ്ഞ് അവനെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേശവ് ആ റൂമിലേക്ക് കടന്നു വരാണ്. കേശവനായിട്ട് നമ്മുടെ ദേവ് അടിയോടടി. ആദ്യം നിന്നെ വെടിവെച്ച് കൊല്ലണമായിരുന്നോടാ, നിന്നെ ഇത്രയും നാൾ വളരാൻ വിട്ടതാണ് എൻ്റെ തെറ്റ്, സഹായിക്കുക എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നീ അടുത്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അലാം അടിക്കുന്ന ശബ്ദം കേൾക്കാണ്. ഉടനെ ദേവ് അങ്ങനെ വിട്ടിട്ട് ഉള്ളിലേക്ക് പോകുന്നു. എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് കരുതി ഈ കേശവ് പുറത്തേക്ക് വരുന്നു. അപ്പോഴാണ് ഒരു ഗംഭീര ട്വിസ്റ്റ് വെളിപ്പെടുന്നത്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഈ കേശവ് ദേവിനെ സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നില്ലേ? ഈ കാര്യം വീട്ടിലറിഞ്ഞ് ഈ കേശവനായിട്ട് നന്നായി അടിച്ചല്ലോ. ഇതുകൊണ്ട് ഈ കേശവ് വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. ഈ കുടുംബത്തോട് പകരം വീട്ടണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ദേവിന്റെ അമ്മ സന്ധ്യ കുളിച്ചിട്ട് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന വിവരം മനസ്സിലാക്കി ഇവൻ വേണമെന്ന് വെച്ച ഷർട്ട് അഴിച്ചിട്ട് ആ വഴിയെ ഓടിപ്പോവും. ദേവിന്റെ അച്ഛന്റെ ദേഹത്ത് ഇടിച്ച് താഴെ വീണ് അവരുടെ അച്ഛൻ സംശയിക്കുന്ന പോലെ തന്നെ പെരുമാറും. ഇവൻ വിചാരിച്ചതുപോലെ തന്നെ ദേവിന്റെ അച്ഛൻ സംശയിച്ചു. അതിനുശേഷം എന്തൊക്കെ നടന്നുവെന്ന് നമ്മൾ കണ്ടല്ലോ. കേശവ് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കേശവന്റെ അച്ഛൻ, അതായത് ആ ബന്ധു എന്ന് നമ്മൾ കണ്ടല്ലോ. അയാൾ പറഞ്ഞു കൊടുക്കുമെന്ന് കരുതി അയാളെ തന്നെ ചെറുപ്പത്തിൽ കേശവ് കൊന്നിട്ടുണ്ട്. ഈ കുടുംബത്തെ ചതിച്ചത് ഈ കേശവ് തന്നെയാണ് എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ഇരുന്നിട്ടും കേശവ് ഇവർക്കൊപ്പം തന്നെ നിൽക്കുന്നതിനുള്ള കാരണം ഇവരുടെ സ്വത്തുക്കളൊക്കെ അവസരം കിട്ടുമ്പോൾ തട്ടിയെടുക്കണം എന്നൊരു പ്ലാനിലാണ്. ഇപ്പോൾ ദേവ് കേശവനെ അടിച്ചില്ലേ, ആ ദേഷ്യത്തിൽ ആ ഫിനാൻസിയർക്ക് ഫോൺ വിളിച്ച് ഞാൻ പറയുന്ന പോലെ ചെയ്യ് എന്ന് പറയുന്നു. ഫിനാൻസിയറും വീട്ടിലെ ലാൻഡ് ലൈൻ നമ്പറിലേക്ക് ഫോൺ വിളിക്കുന്നു. കേശവ് പറഞ്ഞു കൊടുത്തതുപോലെ ഈ ദേവിനോട് സംസാരിക്കുന്നു. അതായത് കേശവും നിന്റെ അമ്മയും റിലേഷൻഷിപ്പിലാണ്, നിന്റെ അമ്മ കടം വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് രക്ഷിക്കാൻ വേണ്ടി അവനാണ് പണം കൊടുത്തത്, നിനക്കതൊന്നും അറിയില്ല, അവനും നിന്റെ അമ്മയും ജോലിയായി നാട് മുഴുവൻ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ഈ ദേവിന് കടുത്ത ദേഷ്യം വരികയാണ്. അതിനുശേഷം ഈ ദേവ് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. ആ ടൈമിലൊക്കെ കറക്റ്റായിട്ട് ഈ കേശവ് വേണമെന്ന് വെച്ച് അവരുടെ അമ്മയുടെ അടുത്ത് പോയി സംസാരിക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ദേവ് കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യനും പെൺകുട്ടിയും ലിഫ്റ്റ് ചോദിക്കുന്നുണ്ട്. കയറിയപ്പ് മുതൽ മദ്യലഹരിയിൽ തെറ്റായി തന്നെ സംസാരിച്ചുകൊണ്ട് വരികയാണ്. ഇവന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ പയ്യനെയും പെൺകുട്ടിയെയും ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്ന് അവിടെയുള്ള മരത്തിൽ കെട്ടിത്തൂക്കുന്നുണ്ട്. ഇത് തന്നെയാണ് സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു പയ്യന്റെ ബോഡിയും പെൺകുട്ടിയുടെ ബോഡിയും ഈ ശങ്കരംപള്ളി എന്ന ഗ്രാമത്തിൽ തൂങ്ങിക്കിടക്കുന്നതായി നമ്മൾ കണ്ടത്. അത് ഇവരുടെ ബോഡിയാണ്. വീട്ടിൽ വന്ന ദേവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിരറ്റ് സ്നേഹിച്ച തന്റെ അമ്മ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതി അവരുടെ അമ്മയുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കാൻ തുടങ്ങുകയാണ്. ഇവനെല്ലാം പറയുന്നു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നെ വഞ്ചിച്ചത് കൊണ്ടാണ് നിങ്ങളെ കൊല്ലുന്നത് എന്ന് പറയുന്നു. എന്നാൽ ഇവരുടെ അമ്മയ്ക്ക് അല്ല എന്ന് പോലും പറയാൻ അവസരം കിട്ടുന്നില്ല. കഴുത്ത് മുറുകി അവർ മരിച്ചു പോവാണ്. അപ്പോൾ നിധി ആ സ്ഥലത്തേക്ക് വന്ന് എന്താണ് ഭ്രാന്തനെ പോലെ ചെയ്തു വെച്ചിരിക്കുന്നത്, ഈ ലോകം മുഴുവൻ നിന്നെ ഒരു ഭ്രാന്തനായി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ മാത്രമാണ് നിന്നെ ഒരു മനുഷ്യനായി കണ്ടത്, കുട്ടിയായി കണ്ടത്, നിനക്ക് ഒരുപാട് സ്നേഹം നൽകി നിന്നെ നല്ലവനായി വളർത്തി, എന്നാൽ നീ എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാണ്. ഇവന് നിധിയോടും കടുത്ത ദേഷ്യം വരുന്നു. നിധി തന്റെ ബോയ്ഫ്രണ്ടുമായി ഫോണിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് തനിക്ക് ചുറ്റുമുള്ള എല്ലാവരും തന്നെ വഞ്ചിക്കുക തന്നെയാണെന്ന് കരുതി നിധിയെയും കൊല്ലാൻ നോക്കുകയാണ്. അപ്പോഴാണ് നിധിയുടെ കയ്യിൽ ഒരു തോക്ക് കിട്ടുന്നത്. ആ തോക്ക് വെച്ച് നിധി ട്രിഗർ ചെയ്യുന്നുണ്ട്. ബുള്ളറ്റ് ഈ ദേവിന്റെ ദേഹത്ത് തട്ടി ദേവ് സ്പോട്ടിൽ തന്നെ മരിച്ചു പോകുന്നു. അതിനുശേഷം വീട്ടിനുള്ളിലേക്ക് ഈ ഫിനാൻസിയർ വരുന്നു. ദേവും ദേവിന്റെ അമ്മയും മരിച്ചു കിടക്കുന്നുണ്ട്. നിധി ദേവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടി കാരണം ആ സ്ഥലത്ത് മയക്കത്തിൽ തന്നെയാണ്. ഇവൻ ഫോൺ ചെയ്ത് കേശവനോട് ഈ കാര്യം പറയുന്നു. ഈ സ്വത്ത് ഫുള്ളായിട്ട് ഈ ഫിനാൻസിയർക്ക് കൈവശപ്പെടുത്താന്ന് കരുതാണ്. കാരണം ഈ ബംഗ്ലാവ് മാത്രമല്ല, ഈ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ ഈ കുടുംബത്തിന്റെ പേരിലാണ് ഉള്ളത്. കാരണം ഇവരാണല്ലോ ജമീന്ദാർ കുടുംബം. ഈ സ്വത്തുക്കൾ ഇവരുടെ പേരിലേക്ക് പെട്ടെന്ന് മാറ്റിയാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഡൗട്ട് വരുമല്ലോ. അതുകൊണ്ട് ഗ്രാമവാസികളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ ഗ്രാമത്തിലുള്ള കാട്ടേരിയമ്മന് കോപം വന്ന് ജനങ്ങളോടൊക്കെ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇവർ തന്നെ നാട്ടിൽ കൊലപാതകങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു. മൃതദേഹങ്ങൾ അവിടെ ഇവിടെയൊക്കെയായി വലിച്ചെറിയാൻ തുടങ്ങിയിരുന്നു. കാട്ടേരിയമ്മനെ പൂജ ചെയ്തുകൊണ്ടിരുന്ന പൂജാരിയെ വരെ ഭയപ്പെടുത്തി കൊലപ്പെടുത്തിയിരുന്നു. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട അമാനുഷിക രൂപങ്ങളൊന്നും സത്യമേ അല്ല. ഈ ഫിനാൻസിയർ ഒരു പെൺകുട്ടിക്ക് മേക്കപ്പ് ഒക്കെ ഇട്ടുകൊടുത്ത് ഇങ്ങനെയൊക്കെ പേടിപ്പിക്കാൻ വെച്ചതായിരുന്നു. ഈ ഭയം കാരണം ഗ്രാമവാസികൾ കുറേശ്ശെയായി ഈ നാട് കാലിയാക്കി പോവാണ്. അതിനുശേഷം ഈ ജമീന്ദാരുടെ പേരിലുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മുടെ കൺട്രോളിൽ വരും എന്നതാണ് ഈ ഫിനാൻസിയറുടെ പ്ലാൻ.
ഈ ബംഗ്ലാവിന് കാവലായി ഗുണ്ടകളെ ഈ ഫിനാൻസിയർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വശത്ത് അയാളുടെ പ്ലാൻ എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗുണ്ടകളിൽ ഒരുവൻ വന്ന് പെട്ടെന്ന് ഒരു അമാനുഷിക രൂപം വന്നു, ഞങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോയ്ക്ക് ജോലി കൊടുത്ത് ഈ ബംഗ്ലാവിലേക്ക് വരാൻ പറഞ്ഞത്. ഇതിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഫിനാൻസിയർ നിധിയെ കൊന്ന് കുഴിച്ചിട്ടിരുന്നു. നിധിയുടെ ആത്മാവാണ് ശിവയെ ഈ സ്ഥലത്തേക്ക് വരുത്തിയത്. അവിടെ കട്ട് ചെയ്താൽ സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു മുത്തശ്ശി ഒരു കൊച്ചുമകൾക്ക് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ കൊച്ചുമകൾ തിരിച്ച് ചോദ്യം ചോദിക്കുകയാണ്, ത്രികാലൻ എന്ന് പറയുന്ന ഒരു ശക്തി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ശക്തിയാണല്ലോ, എന്നാൽ ഈ ദേവ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളല്ലേ എന്ന് ചോദിക്കുകയാണ്. അതല്ല കാര്യം. വംശപരമായി നോക്കിയാൽ ആ കുടുംബം പശുവിന്റെ ശാപത്താൽ ബാധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവന്റെ വിധി തന്നെ ആ ശാപത്തെ ഈ കുടുംബത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്നതാണ്. എങ്ങനെ ശാപം മാറുമെന്ന് വെച്ചാൽ ഇവൻ വളരെ സ്നേഹിക്കുന്ന ഒരാളെ ഇവന്റെ കൈകൊണ്ട് തന്നെ കൊല്ലുന്നു എന്ന് വരുമ്പോൾ ആ ശാപം നീങ്ങും എന്നതാണ് അവന്റെ വിധിയായി ഉണ്ടായിരുന്നത്. അവസാനം അവൻ അവന്റെ കൈകൊണ്ട് തന്നെ അവന്റെ അമ്മയെ കൊലപ്പെടുത്തിയല്ലോ. അതിനുശേഷം ആ കുടുംബത്തിന്റെ ശാപം നീങ്ങി. ശരിക്കും അത് അവനൊരു ശിക്ഷ പോലെയാണ്. കാരണം തെറ്റിദ്ധരിച്ചതുകൊണ്ട് തന്റെ അമ്മയെ കൊന്നുപോയല്ലോ എന്ന കുറ്റബോധം അവൻ മരിച്ചതിന് ശേഷവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ പ്രസന്റിൽ ഫിനാൻസിയർ ഈ കൊട്ടാരത്തിനുള്ളിൽ ലോക്കായല്ലോ. ഉടനെ ഈ കേശവന് ഫോൺ വിളിച്ചിട്ട് ഈ കൊട്ടാരത്തിൽ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ്, ദയവ് ചെയ്ത് വന്നെന്നെ രക്ഷിക്ക് എന്ന് പറഞ്ഞ ഒരു ഫോൺ കോൾ വരുന്നു. ഉടനെ കേശവ് ഈ കൊട്ടാരത്തിൽ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ ഗുരുജിയുടെ ശിഷ്യൻ പൂജയിലേക്ക് കടക്കുന്നു. ഈ ത്രികാലയുടെ ആത്മാവ് ദേവിന്റെ ശരീരത്തിലാണ് ഉള്ളത്. ദേവിന്റെ ശരീരത്തിൽ ദേവിന്റെ ആത്മാവും ഉള്ളത് കൊണ്ട് ദേവിന്റെ ആത്മാവിനെ വേർപെടുത്തിയിട്ട് ത്രികാലയെ ആ ശരീരം ഉപയോഗിക്കാൻ വെച്ചിട്ട് ആ ബ്ലാക്ക് മാജിക് ഒക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന പവർ മോഷിച്ചു കൊണ്ടുപോയല്ലോ. അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് ആ കൊട്ടാരത്തിനുള്ളിലുള്ള നമ്മുടെ ഹീറോയുടെ മേൽ ഈ ദേവിന്റെ ആത്മാവ് കയറുന്നു. ഉടനെ ഈ സൈക്കാട്രിസ്റ്റ് നമ്മുടെ ഹീറോയെ പിടിച്ചു വെച്ച് ഹിപ്നോട്ടിസ് ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ദേവിന്റെ നല്ല ഓർമ്മകളൊക്കെ വന്ന് പെട്ടെന്ന് ദേവിന്റെ ആത്മാവ് അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ ആ സ്ഥലത്തേക്ക് കേശവ് വരുന്നു. കേശവ് വന്ന ഉടനെ വീണ്ടും നമ്മുടെ ഹീറോയുടെ ശരീരത്തിലേക്ക് വന്ന ദേവിന്റെ ആത്മാവ് അവരായിട്ട് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. മറുവശത്ത് ഗുരുജി ഭയങ്കരമായി പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ ശരീരത്തിൽ നിന്ന് ദേവിന്റെ ആത്മാവ് പോവുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോ തന്നെ ഇവരെല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. സൈക്കാട്രിസ്റ്റ്, നീ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിധിയെ കൊന്നവനെ വെറുതെ വിടാൻ പോവാണോ? എൻ്റെ ജീവൻ പോയാലും ശരി, ഇവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഹീറോ ഓടിച്ചിട്ട് അടിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അവസാനം ദേവിന്റെ ആത്മാവ് തന്നെ ആ സ്ഥലത്തേക്ക് വന്നിട്ട് കേശവന്റെ തല വെട്ടി നായ്ക്ക് ഇട്ടുകൊടുക്കുന്നു. അവിടെ കട്ട് ചെയ്താൽ ഈ നാട്ടിൽ എല്ലാ കാര്യങ്ങളും തെറ്റായി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ജനങ്ങൾ വന്ന് കാട്ടേരിയമ്മനെ പൂജ ചെയ്യാനായി പാതിരാത്രിയിൽ അമ്പലത്തിനടുത്തേക്ക് വരികയാണ്. വന്നു നോക്കുമ്പോൾ ഈ നാട്ടിൽ വേഷം കെട്ടി എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ടിരുന്നില്ലേ, ആ പെൺകുട്ടിയുടെ മേൽ ആരോ ഒരാൾ നിൽക്കുന്ന പോലെ തോന്നുകയാണ്. എന്താണെന്ന് നോക്കിയാൽ യഥാർത്ഥ കാട്ടേരിയമ്മൻ തന്നെ ഇറങ്ങി വന്ന് ഇത്രയും നാൾ നാടകമാടി അഭിനയിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടിയെ കൊല്ലുന്നു. അതിനുശേഷം ഈ നാട് നോർമലായി അവരുടെ ജീവിതം ജീവിക്കാൻ പോവാണ്. നമ്മുടെ ഹീറോയും നിധിയെ കുറേശ്ശെയായി മറന്ന് അയാളുടെ ലൈഫിൽ പോവാണ്. ഇതോടെ ഹാപ്പി എൻഡിംഗ് ആയി അവസാനിക്കുന്നു എന്ന് കരുതിയാൽ അല്ല. നേരത്തെ പറഞ്ഞതുപോലെ കുമരിക്കണ്ടത്തിന് താഴെ അമാനുഷിക ശക്തികളെയൊക്കെ സംയോജിപ്പിച്ച ഒരു സൂപ്പർ പവറിനെ അടച്ചു വെച്ചിരുന്നല്ലോ, മോശക്കാരായ ആരുടെ കയ്യിലും പോകരുത് എന്ന്. എന്നാൽ അതിനെടുത്തല്ലോ. ഇപ്പോൾ ആ ശക്തിയെ രക്ഷിക്കുന്നതിനായി ത്രികാലിനെ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി അടുത്ത പാർട്ടിൽ ആ ദുഷ്ടശക്തിയും ഈ നല്ല ശക്തിക്കും ഇടയിൽ നടക്കാൻ പോകുന്ന യുദ്ധത്തെ ഒരു സിനിമയായി കാണിക്കുമെന്ന് കാണിച്ച് ഈ സിനിമ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.